നമസ്കാരം, രുദ്രംബായിയാണ്. ആത്മമിത്രങ്ങളെ, നമ്മുടെ ഒരുപാട് വീക്ഷണങ്ങളും ചിന്തകളും ഒക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ രുദ്രകലയിൽ നിന്നാണ്. അപ്പോൾ അത് രുദ്രകല ഒന്ന് പൊളിച്ച് പുനഃപ്രതിഷ്ഠ നടത്താനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മറയെല്ലാം കെട്ടിയിരിക്കണം. എൻ്റെ പടം ഇറങ്ങാനുള്ളൊരു പടത്തിൻ്റെ ഒരു ഇത് മാത്രമാണ്. ആ പടത്തിൻ്റെ പോസ്റ്ററിലൂടെയാണ് നമ്മുടെ ഒരു സ്വപ്നമാണ്. സിനിമ കൂടി വലുതായിട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ളൊരു വലിയ പോരാട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ പോസ്റ്ററൊന്നും ശരിയായ രീതിയിൽ കാണിക്കുന്നില്ല. ഇനി അതിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള ഉയർന്നവരാരെങ്കിലും പുറകെ, ഞാനും അതിൻ്റെ ഒരു പങ്കാളിയാണല്ലോ. അപ്പോൾ ആരുടെയും വിഷമം ഉണ്ടാക്കാതിരിക്കാൻ ബാക്കിയുള്ളതിലേക്ക് പോവാം. അപ്പം ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രീരാമനും ലക്ഷ്മണനും വനത്തിൽ പോയി ഒരു വനവാസ ജീവിതം ഉണ്ടല്ലോ, അത് ഭയങ്കരമായ വാൽമീകിക രാമായണത്തിലെ ഏറ്റവും വലിയ ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ ഇത് പിന്നെ ആദിവാസികളുടെ, ഞാനൊരു ആദിവാസി സമൂഹത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എൻ്റെ വർഗത്തെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. എനിക്ക് ആദിവാസി എന്നുള്ള കാസ്റ്റാണ് എനിക്കിഷ്ടം. വീട്ടുകാർ ഒരു തട്ടിപ്പ് ജാതിയെ കൊണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം മാറ്റിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ദ്രാവിഡ മക്കൾക്ക്, അതായത് ഇന്ത്യയിലെ എല്ലാ ചരാചരങ്ങൾക്കും നമസ്കാരം, ഓണാശംസകൾ. എനിക്ക് വലുതായിട്ടില്ല, എന്നും ഓണം ആഘോഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിത് പൊളിച്ച് പണിതുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ളൊരവസ്ഥ ഈ ഓണത്തിന് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ശില്പം ഉണ്ടാക്കി, എൻ്റെ തന്നെ ശില്പമാണ്, അത് ഇങ്ങനെ രൂപപ്പെട്ട് വരികയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാതിരിക്കാം. ഞാൻ ഇന്നലെ അതിൻ്റെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ സ്കെൽറ്റനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നെ തന്നെയാണ് കേട്ടോ. നമ്മളെ തന്നെ സ്വയം പ്രതിഷ്ഠവൽക്കരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരൊന്നും നമ്മളെ കൊണ്ടുപോകുമെന്ന് പറയണ വലിയ മൂഢത്തരമാണ്. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ ഒന്നുമില്ല. ഞാനിവിടെ ശിവനെ ഉണ്ടാക്കി വെച്ച് ഇത് മാത്രമല്ലല്ലോ, ഞാൻ ഉണ്ടാക്കി എൻ്റെ കഴിവ് കൂടി കാണിക്കാൻ വേണ്ടിയില്ലേ. അപ്പോൾ നമ്മൾ സ്വയം പ്രതിഷ്ഠവൽക്കരിക്കപ്പെടുക. അപ്പോൾ സ്വയം അതിജീവിക്കാൻ പഠിക്കാത്തവൻ ഒരു കാലത്തും ലോകത്തെത്തത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തന്നെ ശില്പ പ്രദർശനവും പുസ്തക പ്രകാശനവും ഒക്കെ ഞാൻ നടത്തുന്നത്, എംഎൽഎമാരെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ അതെന്തായിക്കോട്ടെ, അതിജീവനം ഒരു വലിയ ശാസ്ത്രമാണ്. അതുകൊണ്ട് അതിജീവിക്കാൻ ആദ്യം പഠിക്കണം. അതുകൊണ്ട് ഇപ്പോഴും അധ്വാനിക്കുന്ന വർക്കം, കറുത്ത മക്കളായ നമ്മൾ വെളുത്തത് സായിപ്പാനം ഉണ്ടാക്കിയിട്ടാണ്, അതിൽ ബീജാംശമാണ്, അതൊക്കെ പോട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ കറുത്ത അമ്മച്ചീനെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പുറത്ത് ആദ്യത്തെ എൻ്റെ പടത്തിൽ അഭിനയിച്ച മധുസാരൻ. അപ്പോൾ ഇതിനിടെ വലിയൊരു രസമുണ്ട്. ഈ ഒരു പുളി നമ്മൾ വെട്ടാതെ നമ്മുടെ വീട്ടിലെ കറികൾക്കും അച്ചാറിനൊക്കെ ഉപയോഗിച്ചിരുന്ന പുളിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. അപ്പോൾ അതിനെ വെട്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ അത് വളർന്ന് പുളി നന്നായിട്ട് കുലച്ച് കിടക്കുന്നു. ഞാനതുകൊണ്ട് മീൻകറിയൊക്കെ നന്നായിട്ട്, മത്തിക്കറിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ വയ്ക്കുന്ന എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യത്തോടിരിക്കുക. രുദ്രകല പുനഃപ്രതിഷ്ഠയ്ക്ക് നിങ്ങളെല്ലാം പങ്കാളിയാകുക. നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകാം. ഓണാശംസ.